യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. അത് മറന്നു പോരുത്. എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞ് എല്ലാവരെയും ഒറ്റയടിക്കങ്ങ് വെറുപ്പിക്കുന്നത് നല്ലതാണെന്ന് തോന്നുന്നുണ്ടോ മാഡത്തിന്? ഞങ്ങളൊക്കെ മാഡത്തിൽ നിന്ന് പലതും മറച്ചു വെച്ചു എന്നുള്ളത് നേര് തന്നെയാ. പക്ഷെ അതിലൊരു ന്യായമുണ്ട്, ഒരു സത്യമുണ്ട്. അതെന്താ മാഡം മനസ്സിലാക്കാത്ത? മാഡം വീട്ടിൽ വെച്ച് എന്നോട് ചോദിച്ചു, നീ എന്നെ രണ്ടാം തരക്കാരിയാക്കിയില്ലേന്ന്. ഞാൻ പറഞ്ഞു മാഡത്തിനോട്, കാർത്തിക്കാണ് മാഡത്തിന്റെ ഭർത്താവെന്ന് ഞാൻ അറിയുന്നത് പോലും ഈ കുഞ്ഞു വൈഗ മാഡത്തിന്റെ വയറ്റിൽ പിറന്നതിന് ശേഷം. മാഡം എന്താ പറഞ്ഞത്? അപ്പൊ പറഞ്ഞിരുന്നെങ്കിൽ ഈ കുഞ്ഞിനെ തന്നെ വേണ്ടെന്ന് വെക്കുമായിരുന്നെന്ന്. അന്ന് കുഞ്ഞിന്റെയും വൈഗ മാഡത്തിന്റെയും ജീവൻ ഒരുപോലെ ആപത്തിലാണെന്ന് ഡോക്ടർ പറഞ്ഞപ്പോ മാഡം പറഞ്ഞൊരു വാക്കുണ്ട്, എന്റെ ജീവൻ പോയാലും കുഴപ്പമില്ല, എനിക്ക് കുഞ്ഞിനെ വേണമെന്ന്. അന്ന് ഞാൻ ആ ഡോക്ടറോട് പറഞ്ഞു എന്താണെന്നറിയോ? ഈ കുഞ്ഞിന് വേണ്ടി ഞാൻ എന്റെ ജീവിതമോ ജീവനോ എന്ത് വേണമെങ്കിലും ത്യജിക്കുമെന്ന്. അന്ന് ഞാനെടുത്ത തീരുമാനത്തിന്റെ ഫലമാ ഇന്ന് മാഡത്തിന്റെ കയ്യിലിരിക്കുന്ന കുഞ്ഞ്. നോക്കുമോളെ, ഒരു ദേഷ്യത്തിന് നമുക്കെന്തും വിളിച്ചു പറയാം, എല്ലാ ബന്ധങ്ങളും വലിച്ചെറിയുകയും ചെയ്യാം. പക്ഷേ അതൊക്കെ ഒന്ന് തിരുത്താൻ പറ്റിയ, തിരുത്താനുള്ള ഒരു അവസരം കിട്ടിയ തിരുത്തുന്നതല്ലേ നല്ലത്. സ്വന്തം ജീവിതം കളഞ്ഞിട്ട് മോളെ സഹായിക്കാനായിട്ട് സുന്ദരി ഇറങ്ങിയപ്പോ ഇവിടെ എല്ലാവരും ആവും പോലെയൊക്കെ തടഞ്ഞത്